പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ വീട്ടിൽ ചെടികൾ ഉണ്ടാക്കുമ്പോഴേ നമ്മളെ വീട്ടിലെല്ലാവർക്കും അതിനോട് ഒരിഷ്ടം വേണം കേട്ടോ. എന്നെങ്കിൽ ആ വീട്ടിലത്തെ ചെടികൾ നേരാവുള്ളൂ, ശരിക്കും പരിപാലിക്കുള്ളൂ. കാരണം നമ്മളെ വീട്ടിൽ നമ്മളെ മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ ഇതിനെപ്പറ്റി നല്ലൊരു ഇഷ്ടമുണ്ടെങ്കിൽ, ചെടികൾ വളർത്താൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ വീട്ടിലിത് വിജയിക്കുള്ളൂ കേട്ടോ. എൻ്റെ വീട്ടിൽ ഈ ചെടികളൊക്കെ വിജയിക്കാൻ കാരണം ഭാര്യയും മക്കളൊക്കെ നല്ല കെയറിങ് ആണ് കേട്ടോ. ഞാനില്ലെങ്കിലും അവർ നോക്കും, അവരില്ലെങ്കിൽ ഞാൻ നോക്കും. അപ്പോൾ ഈ ചെടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നനക്കാതെ ഉണങ്ങി പോകുന്ന 2 ദിവസം കൊണ്ട് ഉണങ്ങി പോകുന്ന ചെടികളാണ് ഇവിടെ ഉള്ളതൊക്കെ. 2-3 ദിവസത്തിൽ കൂടുതലൊന്നും ഒരു ചെടി നനക്കാതെ നിൽക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ഭാര്യ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരാവശ്യം വരികയാണെങ്കിൽ നമ്മൾ നനക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ കെയർ ചെയ്യേണ്ടി വരും. നമ്മൾ മാറി നിൽക്കുമ്പോൾ അവരും കെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഇതിനെ പറ്റിയൊരു ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഈ വീട്ടിലുള്ള ചെടികൾ വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ വീട്ടിലുള്ള ഈ ചെടികൾ ഇത്ര ഉഷാറായിട്ട് വളരണം. നമ്മൾ ഏതൊരു ചെടി നോക്കിയാലും അത് അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തി ഇങ്ങനെ നിൽക്കുന്നതിനുള്ള കാരണം നമ്മളെ വീട്ടിലെല്ലാവരും ഇതിന് ഇറങ്ങി പരിചരിച്ചത് കൊണ്ടാണ് കേട്ടോ. ഒരാൾക്ക് മാത്രം ഒരിഷ്ടം കൊണ്ട് ഒരു വീട്ടിലെ ചെടി ഒന്നും ഇത്ര ഭംഗിയായിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെടി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ വീട്ടിലുള്ളവരുടെ അഭിപ്രായങ്ങൾ തേടട്ടോ. നമ്മൾ ഭാര്യയ്ക്കും കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ഒരു ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഞാൻ ചെറുപ്പം മുതൽ തന്നെ ഈ ചെടികൾ കളക്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് എൻ്റെ ഭാര്യയെ കേട്ടോ. അവളും ചെറുപ്പം മുതൽ തന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് മാത്രമാണ് നമ്മളെ വീട്ടിലുള്ളത് നമ്മളെത്ര ഉഷാറായിട്ട് നമുക്ക് വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അല്ലാതെ ഒരാൾക്ക് മാത്രം ഇഷ്ടമുണ്ടെങ്കിൽ ഇതെങ്ങനെയായാലും ഇത് നടക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെടി വീട്ടിലുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ ചെടി വാങ്ങുന്നതിന് മുൻപ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് നമ്മൾ വീട്ടുകാരോടാണ്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ ചെടികളിങ്ങനെ പരിപാലിച്ചെടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. അല്ലാതെ ഒരാൾക്കൊരു ഇഷ്ടം ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മളെ വീട്ടിലുള്ള ചെടികൾ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെടി ഇങ്ങനെ ഓരോരോ ഇഷ്ടം കാണുമ്പോൾ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് വാങ്ങുന്ന ചെടികളാണ് കേട്ടോ. ഇവിടെ എൻ്റെ ഇഷ്ടം വീട്ടിലെല്ലാവരും ഇഷ്ടം കൊണ്ടാണ് ഈ നമ്മളെ വീട്ടിൽ ഇത്ര ചെടികൾ പരിപാലിക്കാൻ കഴിയണം കേട്ടോ. അതാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ചെടികളാണെങ്കിലും ചെടികളുടെ പരീക്ഷണങ്ങളാണെങ്കിലും ഈ കുറ്റിക്കുരുമുളകൊക്കെ നമുക്ക് ഒരു ചെടി മാത്രം ബേസ് ചെയ്തിട്ടുള്ളതല്ല നമ്മളെ കൃഷി കേട്ടോ. പച്ചക്കറി ഉണ്ട്, ചെടികളുണ്ട്, പിന്നെ കൗതുകം തോന്നിയിട്ട് പല ചെടികളും ഇതാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കൗതുകം തോന്നി ഉണ്ടാക്കിയാണ് ഈ കുറ്റിക്കുരുമുളക് കേട്ടോ. ഈ കുരുമുളക് ഒരു പ്രത്യേക ഇനമാണ് കേട്ടോ. ഇത് തെക്കൻ കുരുമുളക് എന്ന് പറയും. ഇങ്ങനത്തെ ഒരു ബ്രാഞ്ചുമ്പോൾ ഒരു നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ ബ്രാഞ്ചുകളുണ്ടാവും കേട്ടോ. ഇതിലൊക്കെ കായകളുണ്ടാവും. ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട കുരുമുളകാണത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മളെ ഇഷ്ടങ്ങൾ മാത്രമല്ല, എല്ലാവരുടെ ഇഷ്ടങ്ങളും നോക്കിയിട്ട് നമ്മൾ ചെടി നടാൻ പാടുള്ളൂ കേട്ടോ. ഈ റെഡ് പ്ലാന്റ് നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഇപ്പോൾ വളം ചെയ്ത് വീണ്ടും ഇതിന് ബ്രാഞ്ചുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് വേറെ തൈകൾ ഉണ്ടാക്കണം. നമ്മൾ ഒരുപാട് തൈകളായിട്ടുണ്ട് ഇപ്പോൾ. ഇതുണ്ട് ഈ റോസ്, അതുപോലെ തന്നെ ഇതിലിത് മഞ്ഞ റോസാണ് കേട്ടോ. മഞ്ഞയും റോസ് 2 കളറുള്ള ചെടിയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അത് നമ്മളടുത്തൊരു ഒരു ഇടിത്തം പറ്റിയതാണ്. ഏതൊരു ചെടിയും പരിപാലനം കിട്ടിയാൽ അത് നല്ല ഉഷാറായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ. അതിന് ഉദാഹരണമാണ് ഈ ചെടികളൊക്കെ. നമ്മൾ കുറഞ്ഞ കെയറിങ് മതി, നമ്മൾ നല്ല പൂക്കളും
നല്ല ഇലകളും തരുന്ന ചെടികളാണ് കേട്ടോ നമ്മളെ അടുത്തുള്ളത്. നമ്മൾ ചെടി സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെ കാലാവസ്ഥക്കനുസരിച്ചുള്ള ചെടികൾ ആണ് നമ്മൾ വാങ്ങേണ്ടത്. അല്ലാത്തതും വാങ്ങിയാൽ നമ്മളതിന് കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടികളാണ്. ഈ വെയിലില്ലെങ്കിൽ ഇത് ഇത്ര നന്നാവില്ല കേട്ടോ. തണലത്ത് വെച്ചാൽ ഇതൊക്കെ തണലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പച്ച കളറായി മാറും ഇതിൻ്റെ ഇലകൾ. അപ്പോൾ തീരെ ഭംഗി ഉണ്ടാവില്ല. ഇതിനൊക്കെ നല്ല വെയിൽ കിട്ടേണ്ട ചെടികളാണ്. ഇത് ഇതിൻ്റെ ഒരു കളർ ചേഞ്ചാണ്. ഇതിനും നല്ല വെയിൽ വേണം. അപ്പോൾ അതുപോലെ ഇത് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പൂവിടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വെയിലത്തേക്ക് വെച്ചത് കേട്ടോ. ആ വെയിലത്ത് പെട്ടെന്ന് തണലിൽ നിന്ന് മാറ്റി അവർ ചെയ്യണതിനുണ്ട്. എന്നാലും നമ്മളത് വെയിലത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല. അവിടെ തന്നെ നിർത്തിയിട്ട് ഇത് പൂവിടുമെന്ന് നോക്കണം. അതുപോലെ തന്നെ ഇതൊക്കെ വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടികളാണ്. എത്ര വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിലും ഇതിനൊന്നും ഒരു പ്രശ്നം പറ്റില്ല കേട്ടോ. നല്ല കളറുള്ള പൂക്കളാണിത്. അതുപോലെ തന്നെ ഇതൊക്കെ വെയിൽ നല്ലോണം കൊള്ളേണ്ട ചെടികളാണ്. ഈ ഭാഗത്തൊക്കെ നമ്മൾ അങ്ങനത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുതന്നെ ഈ വാട്ടർ ലില്ലി പറഞ്ഞൊരു നമ്മളിവിടെ ഒരു ചെറിയൊരു കുളത്തിൽ, താമരക്കുളം എന്നത്, അതിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് പൂവില്ല കേട്ടോ. അത് പൂവ് നമ്മൾ ഇതൊക്കെ വളം ചെയ്ത് ഇങ്ങനെ മൊട്ടുകൾ വരണുള്ളത്. നമുക്കിങ്ങനെ തിരഞ്ഞാൽ കാണും. കണ്ടില്ലേ, ഇവിടെ ഒരു മുട്ടുണ്ട്. അങ്ങനെ മുട്ടുകൾ ഇത് നിറയെ ഉണ്ട് കേട്ടോ ഇതിൽ. അതിൻ്റെ സൈഡിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നല്ലൊരു പച്ച കളറായിട്ടുണ്ട്. ഇത് വളം ചെയ്തപ്പോൾ പച്ച കളറായിട്ടുള്ളത്. പിന്നെ ഇത് ആമ്പലാണ് കേട്ടോ. ഇത് ആമ്പൽ ഇതിപ്പോൾ 4 പൂവാണ് ഇന്ന് വിരിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് നിറയെ പൂക്കളുണ്ട് ഇതിന്മേൽ. അതുപോലെ തന്നെ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അത് ആ വെള്ളത്തിൽ ഇത് ഇങ്ങനെ ചാഞ്ഞ് ഈ പൂ ഇനി നാളെ വിരിയില്ല കേട്ടോ. അത് വെള്ളത്തിൽ ചാഞ്ഞ് അങ്ങനെ അവിടെ കിടന്നിട്ട് അത് വിത്താകുക ഉണ്ടാകും കേട്ടോ. പിന്നെ നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാവും. അതിൻ്റെ വിത്ത് വീണ് മുളച്ച് ഇതൊരു മാസം കൊണ്ടാണ് ഇതിങ്ങനെ വലുതായത് കേട്ടോ. പെട്ടെന്ന് പൂക്കളുണ്ടാവേണ്ടത്. പൂക്കളുണ്ടാവേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഈ പൂ 1ഉം 2ഉം പൂവൊന്നും അല്ല കേട്ടോ. ഒരുപാട് മൊട്ടുകൾ ഇതിപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഇതിൻ്റെ അടിയിലൊക്കെ പുതിയ മൊട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. വിരിയാറായതുണ്ട്, സൈഡിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നിച്ച് പൂട്ട് വെക്കുമ്പോൾ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ തൂണുന്നലുള്ള ഈ ചെടി ഈ പ്രാവശ്യം ഇത് പൂവിടുന്ന് കരുതിയതാണ് കേട്ടോ. പക്ഷേ ഇത് പൂവിടണില്ല. അപ്പോൾ നമ്മൾ ഈ തണുപ്പ് ഡിസംബർ ജനുവരിയിലാണിത് പൂവിടാറ്. ഇതിപ്പോൾ ഈ പ്രാവശ്യം ഇത് പൂവിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതിപ്പോൾ നമ്മളിത് കൊടുത്ത് വെച്ചാൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഇതിപ്പോൾ പൂവുണ്ടായത് കേട്ടോ. നമ്മളിപ്രാവശ്യം ഇത് പൂവുണ്ടാവുമെന്ന് കരുതിയിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ തെച്ചിമക്ക് ഇതിങ്ങനെ പടരുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പടരാൻ നമ്മൾ സമ്മതിക്കരുത് കേട്ടോ. പറഞ്ഞാൽ ഇതിൻ്റെ നിലത്തേക്ക് ഇത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വീണ് അതിൻ്റെ വേരുണ്ടായി അത് പുതിയൊരു തൈയായിട്ട് പിന്നെ അത് പറിച്ചിട്ടാലും പോകില്ല കേട്ടോ. നല്ല വേര് പിടുത്തമുള്ളതാണ്. ആ വേരിൻ്റെ ഒരു കഷ്ണം ഭൂമിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ പറിച്ചിട്ടാലും പോകില്ല. അപ്പോൾ ഇത് ഈ തൂണുമ്പോൾ മാത്രം വളരാൻ, നിലത്ത് തട്ടാതെ വളരാനാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. നല്ല പൂക്കളാണ്, ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ. ഇത് പൂവിടുകയാണെങ്കിൽ ഇത് നിറയെ മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളാവട്ടെ അത്. അതുപോലെ തന്നെ നമ്മളെ തെച്ചി പൂവ് കഴിഞ്ഞിട്ടുണ്ട്, പ്രൂണിങ്ങിനുള്ള സമയമായിട്ടുണ്ട്. നമ്മളതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ പൂക്കൾ നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. ഇത് ഈ പൂക്കൾ നിറയെ പൂക്കളാവും. ഇത് ഒന്നാണ്ട് നിന്നാൽ വീണ്ടും പൂക്കളായിട്ട് വരും കേട്ടോ. ഇത് നമുക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ ഇതിൻ്റെ നല്ല പൂക്കൾ ഇത് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഇത് കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ ഇത് പൂവ് തീരാനാകുമ്പോൾ ഇതിങ്ങനെ ഉണ്ടാവും. അത് പെട്ടെന്ന് പൂക്കളുണ്ടാവണം. അത് ഈ പൂവ് ഇതിന്മേൽ നിൽക്കില്ല കേട്ടോ. ഏത് സമയത്തും ഇതിങ്ങനെ പൂവിട്ടുകൊണ്ട് തന്നെ ആവും ഇത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ആൽമരം
അതിൻ്റെ അടിയിലുള്ള പുല്ലും എല്ലാം നല്ല പിന്നെ നമ്മൾ കട്ട് ചെയ്ത് എപ്പോഴും ഇതിൻ്റെ ഈ ബ്രാഞ്ച് വലുതാണ് നോക്കണം കേട്ടോ. അത് നല്ല പിന്നെ ഒരു ഉണ്ട ഇതാക്കിയിട്ട് ഷേപ്പാക്കിയിട്ട് നമ്മൾ റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇതൊരു റൗണ്ട് ഷേപ്പിൽ നിർത്താൻ കഴിയും കേട്ടോ. ഇതിപ്പോൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു 3 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് ഇനി പിന്നെ അതിൻ്റെ ആ ബ്രാഞ്ചുകളൊക്കെ ഒന്ന് വെട്ടിയൊന്ന് റൗണ്ട് ഷേപ്പാക്കാണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടിയിലുള്ള പുല്ലുകൾ നിറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് പറിച്ച് നമുക്ക് മറ്റുള്ളവർക്ക് നട്ടു കൊടുക്കാനുണ്ട്. അപ്പുറത്തുള്ള പിന്നെ അവിടെ ഉണ്ടല്ലോ 2 പിന്നെ ഇതുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ അത് പറിച്ച് പിന്നെ നടാനുള്ള ഇതാണ് അതിൻ്റെ അടിയിലുള്ള ചെടികൾ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മളെ വീട്ടിലെല്ലാവർക്കും ഇതിനുള്ള ഒരു ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ് ഈ ചെടികളൊക്കെ നമുക്ക് പരിപാലിക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ, ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കട്ടോ. അപ്പോൾ ഞാൻ ഈ കൂടുതലായിട്ട് പിന്നെ വീഡിയോ ദീർഘിപ്പിച്ച് കൊണ്ടുപോകണില്ല, ഒരു ചെറിയൊരു വീഡിയോ ആണിത്. പിന്നെ അതുപോലെ തന്നെ ഈ കുളത്തിൻ്റെ സൈഡിൽ പിന്നെ പൂക്കളുണ്ട്, ഇലച്ചെടികളുണ്ട്. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി നിർത്തണം. അതിൻ്റെ പ്രൂണിങ്ങിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് ഇങ്ങനെ ലെവലാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു പച്ചയും മഞ്ഞയും കളറുള്ളൊരു ഇലച്ചെടിയാണത്. പിന്നെ നമുക്ക് ഇത് എപ്പോഴും പിന്നെ ഈ കളറായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്കത് പിന്നെ പ്രൂൺ ചെയ്യൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തേണ്ടതുണ്ട്. പിന്നെ ആ ഭാഗത്ത് ചീരകളാണ് കേട്ടോ, ചീര ഉണ്ട്. നമ്മൾ പച്ചക്കറികളൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വഴുതനങ്ങ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഈ ഒരു തെച്ചിപ്പൂവ് ഇങ്ങനെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ അത് കരുതിയിട്ട് നമ്മൾ വഴുതനങ്ങ അവിടുന്ന് കളയണമൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ പച്ചക്കറി നമുക്ക് ആവശ്യത്തിനുള്ള വഴുതനങ്ങ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അത് ചെടീൻ്റെ പ്രശ്നം കൊണ്ട് അത് മാറ്റണമൊന്നുമില്ല. അതിവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഈ തെച്ചിമ്മ നല്ല പൂക്കളാണ് കേട്ടോ, നല്ല നല്ല പിന്നെ വേണ്ടിയില്ല. ഇവിടെയൊക്കെ പുതിയ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. പഴയത് പോകുന്നതിനനുസരിച്ച് പുതിയ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ 1 മീറ്റർ ഉണ്ട് പിന്നെ പൊക്കിയിട്ട് വളരാൻ അനുവദിച്ചിട്ട് അവിടെ നിന്നാണ് നമ്മളിതൊരു പുതിയ ചെടിയാക്കി മാറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയണില്ല, നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അവിടെയൊക്കെ ചീരകളുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ.